ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഇത് വരുന്നത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത് എമിറേറ്റ്സ് ടവറിലാണ്. എമിറേറ്റ്സ് ടവറിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ആ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്കൊരു പാസ് വേണം, അതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്ന ഈ പാസേജ് തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റ് ഡിസൈന് എന്നാ ചെയ്തിട്ടുള്ളത്. അപ്പം നേരെ കയറുന്നത് ഇതിലേക്കാണ് അല്ലേ. മ്യൂസിയം എൻട്രൻസ് എത്തി ഞങ്ങൾ അറിഞ്ഞ പോലും ഇല്ല. ഇതാണ് ആ ദുബായിയുടെ ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലം, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഉൾഭാഗം അടിപൊളിയല്ലേ, നല്ലൊരു ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് തീം തന്നെയാണ് ഇത്. ഈ വെള്ള വൈറ്റ് കളർ ഉണ്ടല്ലോ, വൈറ്റ് കളറിൽ ആ ലൈറ്റിങ്ങും ഉള്ള ഈ കാലിഗ്രാഫിയും ഒക്കെ പോയി ഇത് സൂപ്പർ ആംബിയൻസ് തന്നെ കേട്ടാ. ഈ സ്റ്റെയർ വരെ അങ്ങനെ തന്നെയാണ്. നേരെ ഇറങ്ങി ചെല്ലുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. നമ്മളിപ്പോൾ വന്നിരുന്നത് മെട്രോ വഴി ഡയറക്റ്റ് വന്നിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അതുകൊണ്ട് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമുക്കിനിത് പുറത്ത് പോയിട്ട് ഇത് പുറത്തുനിന്നുള്ളൊരു വ്യൂ ഉണ്ട് ഇതിൻ്റെ, നമുക്കതൊന്ന് നോക്കാം. ഇതാണ് പുറഭാഗത്ത് നമ്മൾ പുറത്ത് നേരെ അപ്പുറത്ത് കാണുന്നതാണ് എമിറേറ്റ്സ് ടവറാണ്. ഇവിടെയാണ് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗം ബസ്സിലും ടാക്സിയിലൊക്കെ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. 2022 ഫെബ്രുവരി 22 ഇത് തുറന്നു കൊടുത്തത്. അടിപൊളി ബിൽഡിങ്. കാരണം നാഷണൽ ജിയോഗ്രഫി ലോകത്തുള്ള 14 മ്യൂസിയങ്ങളിലും ഏറ്റവും സുന്ദരമായിട്ടുള്ള മ്യൂസിയമായി തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മ്യൂസിയം ആട്ടത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ്. ഇതിൽ ലിഫ്റ്റ് പോലും നോക്കി ഒരു ക്യാപ്സ്യൂൾ നല്ല രസമുണ്ട്. ഞാൻ വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഇവിടുന്നും നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രം ഫ്രീ ആക്സസ് ഉള്ളൂ. പിന്നെ അങ്ങോട്ടുള്ള ക്യാഷ് കൊടുക്കണം. 159 ദിർഹമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തുള്ളവർ പോകാനാണ് മറ്റേ ഉപയോഗിക്കുന്ന ലിഫ്റ്റാണത്. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മേൽ പല ആക്ടിവിറ്റീസുകളുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഭാവി ഒരു 40 വർഷത്തേക്ക് മുന്നോട്ട് ഇനി എന്തായിരിക്കും ഭാവി ലോകം എന്നുള്ളത് കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് അവിടെ ഉള്ളത്, ആ മ്യൂസിയത്തിലുള്ളത്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് വരാൻ പറ്റിയ ടൈം രാവിലെ ആട്ടോ. രാവിലെ ആകുമ്പോൾ റഷ് കുറയും, ഉച്ചയ്ക്ക് ആകുമ്പോൾ റഷ് കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ മേലൊന്നും താഴോട്ട് നോക്കുമ്പോഴൊരു വ്യൂ. ഇതിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ കുറച്ച് ഞാൻ കാണിച്ചു തരാം. ആളിപ്പോൾ അതാ അവിടെ ഉണ്ട്, ഞാൻ കാണുന്നുണ്ടോ അറിയില്ല. ഒരു പറന്നൊരാൾ വരുന്നുണ്ട്. ഇതൊരു പറക്കുന്ന ഒരു റോബോട്ടാട്ടോ. ഇല്ലേ, സ്റ്റീലിലിട്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് നമ്മൾ അവിടെ കണ്ടില്ല, ഈ ഹൈഡ്രജൻ നിറച്ച ബലൂണാണെന്നുള്ളത്. അതല്ലട്ടത് റോബോട്ടാണ്. ക്യൂട്ടായിട്ടുള്ള റോബോട്ട് അല്ലേ. അതിങ്ങനെ ഒഴുകി നടക്കുകയാണ്. കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അക്കോറത്തിൽ മീൻ പോകുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്.
ഇടയ്ക്ക് ഇവനെ കാണാണ്ടാവുന്നൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് എവിടെ പോകുന്നുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ വേറെ ആളുണ്ട്, വേറെ റോബോട്ടും കൂടെ ഉണ്ട്. അത് അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ എല്ലാവരും പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.